നമ്മളിന്ന് വീണ്ടും ഒരു റിയാക്ഷൻ വീഡിയോയിലേക്ക് വരാൻ പോവാണ്. ബ്രഹ്മയുഗം മമ്മൂട്ടി നായകനാകുന്ന വില്ലൻ റോളിലെത്തുന്ന ഒരു വെറൈറ്റി ക്യാരക്ടർ ഇതിൽ മമ്മൂട്ടി ചെയ്യുന്നു. ഒരു പ്രായം കുറഞ്ഞ ഒരു ക്യാരക്ടറായിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ നടന്നിരുന്ന ഒരു കഥയാണ്. ആ കഥയിലേക്കാണ് ട്രെയിലർ നമ്മളെ കൊണ്ടുപോകുന്നത്. വളരെ നല്ലൊരു പോസ്റ്ററാണ്. നമ്മൾ ഇതിനു മുമ്പ് ബ്രഹ്മയുഗത്തിൻ്റെ പല കാര്യങ്ങളും നമ്മൾ കേട്ടു. രാഹുൽ സാദിസവൻ എന്ന് പറയുന്നവൻ, സദാശിവൻ എന്ന് പറയുന്ന ഡയറക്ടർ, സ്ക്രീൻ പ്ലേ രാഹുൽ സദാശിവൻ, സ്റ്റോറി രാഹുൽ സദാശിവൻ, എല്ലാം സദാശിവൻ എന്ന് പറയുന്ന രാഹുൽ ഡയറക്ടർ ചെയ്യുന്ന ഒരു പടം. സിദ്ദിഖ് മുഹമ്മദ് അലിയാണ് എഡിറ്റ് ചെയ്യുന്നത്. മ്യൂസിക് ക്രിസ്റ്റോ സാവിയോ, ഡിസ്ട്രിബ്യൂട്ടർ അന്ന നഗന മീഡിയ. 15 ഫെബ്രുവരി 2024. 39 മിനിറ്റാണ് ഈ സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്താൻ ബാക്കിയുള്ളത്. എന്നാലും സിനിമ മമ്മൂട്ടിയുടെ കരിയറിൽ വ്യത്യസ്തമായി വരുന്ന ഒരു സിനിമ അത് തന്നെയാണ്. ഈ ട്രെയിലർ കാണുമ്പോൾ മമ്മൂട്ടി ഇതുവരെ കാണിക്കാത്ത വേഷങ്ങളിൽ ഒന്നായി മാറുന്നതാണ് ബ്രഹ്മയുഗം. ഒരുപാട് ഓൾഡ് ലൈഫ് ഉള്ള ഒരു ക്യാരക്ടറാണ് മമ്മൂട്ടി. കൂടാതെ അർജുൻ അശോകനും പിന്നെ ലളിതാമ്മയുടെ മകനും ഇതിൽ അഭിനയിക്കുന്നുണ്ട്. സിനിമ വളരെ ഗംഭീരമായി മാറണമെങ്കിൽ സിനിമയുടെ പല ടെക്നീഷ്യൻ ഒക്കെ നന്നായാലും കഥയുടെ രീതിയും പ്രേക്ഷകർക്ക് നന്നായി ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ സിനിമ മുന്നോട്ട് പോകും. ട്രെയിലർ കാണുമ്പോൾ ആകസ്മികമായ രീതിയിൽ ട്രെയിലർ നമ്മളെ ചോദിക്കുക. ബ്രഹ്മയുഗം ദേജ് മാഡ്നസ് ഈസ് അൺകമിങ് ഇന്ത്യൻ ലൈക്ക് ഹൊറർ ഫിലിമായിട്ടാണ്, ഹൊറർ രീതിയിലുള്ള ഒരു ചിത്രമായിരിക്കാം ബ്രഹ്മയുഗം കാണാൻ പറ്റുക. ഫെബ്രുവരി 15 ഇത് തിയേറ്ററിൽ എത്താൻ പോവുകയാണ്. പോസ്റ്ററും കാര്യങ്ങളും കാണുമ്പോൾ നമുക്കങ്ങനെയാണ് ഒരു ഹൊറർ രീതിയിലുള്ള ഒരു തിയേറ്ററിൽ നമ്മളെ എൻഗേജ്ഡായി പിടിച്ചു നിർത്താവുന്ന ഒരു സിനിമയാണ്. യെസ്, ഇറ്റ്സ് സീരിയസ്. ഫെബ്രുവരി 15 സിനിമ ഇറങ്ങിയപ്പോൾ നിങ്ങൾ പ്രേക്ഷകർ കാണും, ഇരുകൈ നീട്ടി സ്വീകരിക്കും. അതാണ് നമ്മളാണ് ഈ ഒരു ട്രെയിലർ റിയാക്ഷൻ്റെ ഭാഗമാകുന്നത്. അതുകൊണ്ടാണ് ഒരു നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് സിനിമയിൽ ഉണ്ടാകേണ്ടത്. ഏതാണത്? ത്രില്ലടിപ്പിക്കുന്ന ഒരു സീരിയസ് ക്യാരക്ടർ, അത് നമുക്ക് യോജിച്ച് കണ്ടെത്താൻ പറ്റും. ബ്രഹ്മയുഗം സൂപ്പറാണ്.